വയനാടിന്റെ കോടമഞ്ഞും കോഴിക്കോടിന്റെ ഉപ്പുകാറ്റും അതിർത്തി പങ്കിടുന്ന ഒരിടമാണ് തണലൂർ. പേരുപോലെ തന്നെ ജീവിതത്തിൽ വെയിലുകൊണ്ട് തളർന്നവർക്കും വഴിപോക്കർക്കും എന്നും കുളിരേകുന്നൊരിടം. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ ചെഞ്ചായം പൂശുന്ന സായാഹ്നങ്ങളിൽ തണലൂർ ഒരു പെൺകുട്ടിയെപ്പോലെ സുന്ദരിയാകും. റബ്ബർ തോട്ടങ്ങൾക്കിടയിലൂടെ വളഞ്ഞുപുളഞ്ഞു പോകുന്ന റോഡുകളും അതിനരികിലെ നാട്ടുമാവുകളും ഇടയ്ക്കിടെ മുഖം കാണിക്കുന്ന വയലുകളും ഗ്രാമത്തിന് ഒരു നിഷ്കളങ്കത നൽകിയിരുന്നു. അങ്ങനെയൊരു സായാഹ്നത്തിലാണ് തണലൂർ ജുമാ മസ്ജിദിന്റെ മുറ്റത്തെ വലിയ വേപ്പുമരത്തിൽ കാറ്റുപിടിക്കുന്നത്. കാലങ്ങളായി ആ മണ്ണിൽ വേരുറച്ചുപോയ ആ മരം അനേകം തലമുറകളുടെ പ്രാർത്ഥനകൾക്ക് സാക്ഷിയായിരുന്നു. അതിന്റെ ഇലകൾ പൊഴിയുന്ന നേർത്ത ശബ്ദത്തിനൊപ്പം പള്ളിയിലെ ഉയർന്ന മിനാരത്തിൽ നിന്ന് അസർ ബാങ്ക് വിളി ഉയർന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആത്മീയതയുടെ ആ ശബ്ദം മലനിരകളിലൂടെയും താഴ്വാരങ്ങളിലൂടെയും ഒഴുകി ഗ്രാമത്തിന്റെ ശിരകളിലേക്ക് പടർന്നു. തൊട്ടടുത്ത അമ്പലത്തിലെ സന്ധ്യാദീപാരാധനയുടെ മണിമുഴക്കവുമായി അത് കാറ്റിൽ സല്ലപിച്ചു. നിസ്കാരം കഴിഞ്ഞ ആളുകൾ ഓരോരുത്തരായി പള്ളിയിൽ നിന്നിറങ്ങിപ്പോയി. വെള്ള വസ്ത്രം ധരിച്ച, മുഖത്തെപ്പോഴും പ്രശാന്തതയുടെ നിലാവ് സൂക്ഷിക്കുന്ന അബ്ദുൽ ഖാദർ ഉസ്താദ് മാത്രം പള്ളിയുടെ വരാന്തയിൽ തനിച്ചിരുന്നു. കൈയിലെ തസ്ബീഹ് മാലയിലെ ഓരോ മണിയും വിരലുകൾക്കിടയിലൂടെ നീങ്ങുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സ് പടച്ചവന്റെ സ്മരണയിലായിരുന്നു. ഇടയ്ക്കെപ്പോഴോ വീശിയടിച്ച കാറ്റിൽ അദ്ദേഹത്തിന്റെ നരച്ച താടിരോമങ്ങൾ ഇളകി. പെട്ടെന്നാണ് പള്ളിയുടെ വലിയ ഇരുമ്പു ഗേറ്റിനപ്പുറം നിഴൽ പോലെ മടിച്ചു നിൽക്കുന്ന ആ രൂപം അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെട്ടത്. സായാഹ്ന സൂര്യന്റെ മങ്ങിയ വെളിച്ചത്തിൽ ആ രൂപം വ്യക്തമല്ലായിരുന്നെങ്കിലും ആ നിൽക്കപ്പിലെ ദൈന്യത ഉസ്താദ് തിരിച്ചറിഞ്ഞു. ഒരു പഴയ നിറം മങ്ങിയ ചേല ചുറ്റിയ നരച്ച മുടിയിഴകൾ കാറ്റിൽ പാറിപ്പറക്കുന്ന ഒരു സ്ത്രീ. അത് ജാനകിയമ്മയായിരുന്നു. പ്രായത്തിന്റെ അവശതകൾ ആ ശരീരത്തെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. അവരുടെ കണ്ണുകൾ പള്ളിയുടെ മുറ്റത്ത് സ്ഥാപിച്ചിരിക്കുന്ന പച്ച നിറമുള്ള ഭണ്ഡാരപ്പെട്ടിയിലാണ് തറച്ചു നിൽക്കുന്നത്. മറ്റൊന്നും അവർ കാണുന്നില്ല. ഗേറ്റിന്റെ കരിങ്കൽ തൂണിൽ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് മുറുകെ പിടിച്ചിരിക്കുകയാണവർ. കടന്നുപോകാൻ മടിക്കുന്നതുപോലെ, എന്നാൽ അവിടുന്ന് പോകാൻ മനസ്സില്ലാത്തതുപോലെ ഒരു നിൽപ്പായിരുന്നു അത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഈ കാഴ്ച ഉസ്താദ് ശ്രദ്ധിക്കുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും പോയിട്ടും ഇരുട്ട് വീഴുവോളം ആ അമ്മ അവിടെ തന്നെ നിൽക്കും. ആ കണ്ണുകളിൽ എന്താണ്? നഷ്ടബോധമോ അതോ പേടിയോ? എന്തോ ഒന്ന് ആ പാവം അമ്മയെ ആ ഗേറ്റിനപ്പുറം തളച്ചിടുന്നുണ്ടെന്ന് ഉസ്താദിന് തോന്നി. ആ നോട്ടം ചെന്ന് തറയ്ക്കുന്ന ഭണ്ഡാരപ്പെട്ടിയിൽ കാണാക്കയങ്ങൾ ഒളിപ്പിച്ചുവെച്ച രഹസ്യമെന്താവാം? ജാനകിയമ്മയുടെ ഓർമ്മകൾ പള്ളിമുറ്റത്തെ കാറ്റിലുലഞ്ഞ് കാലത്തിനു പിന്നിലേക്ക് സഞ്ചരിച്ചു. ഓടുവേഞ്ഞ ചോർന്നൊലിക്കുന്ന ആ പഴയ വീട് അവർക്ക് വെറുമൊരു കെട്ടിടമായിരുന്നില്ല, ഉണ്ണി എന്ന സ്നേഹത്തിന്റെ കൂടാരമായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് കൃഷ്ണൻകുട്ടി പനി വന്നു മരിക്കുമ്പോൾ ഉണ്ണി അരപാവം മാത്രമായിരുന്നു. പിന്നെ ജാനകിയമ്മയ്ക്ക് പകൽ വെളിച്ചവും രാത്രിയിലെ കൂട്ടുമായത് അവനായിരുന്നു. അങ്ങാടിയിലെ ചെറിയൊരു പച്ചക്കറിക്കടയിലെ തിരക്കിനിടയിലും ജാനകിയമ്മയുടെ കണ്ണുകൾ സ്കൂള് വിട്ടുവരുന്ന ഉണ്ണിയെ തേടും. ദൂരെ നിന്ന് ബാഗും തൂക്കി വരുന്ന അവനെ കാണുമ്പോൾ ആ മുഖത്തൊരു നിലാവ് ഉദിക്കുമായിരുന്നു. ഉണ്ണി വളർന്നു. അതോടൊപ്പം അമ്മയോടുള്ള സ്നേഹവും വളർന്നു. പഠിക്കാൻ മിടുക്കനായിരുന്നിട്ടും ദൂരസ്ഥലങ്ങളിൽ നല്ല ജോലി കിട്ടുമായിരുന്നിട്ടും അവനതെല്ലാം വേണ്ടെന്ന് വെച്ചു. എനിക്ക് അമ്മയെ തനിച്ചാക്കി ഞാൻ എങ്ങടാ പോവുക എന്നായിരുന്നു അവന്റെ ചോദ്യം. ഈ ലോകത്തെനിക്ക് ഈ അമ്മയല്ലേ ഉള്ളൂ. ജാനകിയമ്മയുടെ ചെറിയ ലോകം ഉണ്ണിയുടെ ചിരിയിലും വർത്തമാനങ്ങളിലും ഒതുങ്ങിക്കൂടി. വൈകുന്നേരങ്ങളിൽ ജോലി കഴിഞ്ഞ് അവൻ വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവരുന്ന മധുരപലഹാരങ്ങൾക്ക് സ്നേഹത്തിന്റെ രുചിയായിരുന്നു. രാത്രിയിൽ ചോറ് വിളമ്പുമ്പോൾ അവൻ പറയും, അമ്മേ, അമ്മയുണ്ടാക്കുന്ന സാമ്പാറിന് എന്താ ഇത്ര രുചി? ആ ചോദ്യത്തിനു മുന്നിൽ ജാനകിയമ്മയുടെ എല്ലാ ക്ഷീണവും അലിഞ്ഞുപോകുമായിരുന്നു. ഉണ്ണിക്ക് 28 വയസ്സായപ്പോൾ വിവാഹാലോചനകൾ വന്നു തുടങ്ങി. നല്ല തറവാട്ടിലെ പെൺകുട്ടികൾ. പക്ഷെ ഉണ്ണി അതെല്ലാം ചിരിച്ചു തള്ളി. പെണ്ണു വന്നാൽ ചിലപ്പോൾ എന്റെ അമ്മ ഒറ്റയ്ക്കായി പോവില്ലേ? എനിക്കിപ്പോ എന്റെ അമ്മയുടെ കുട്ടിയായിട്ടിരുന്നാ മതി. എന്റെ അമ്മയെ നോക്കാൻ എനിക്ക് ഒരാളുടെയും സഹായം വേണ്ട. ഉണ്ണിയുടെ ആ തീരുമാനം മാറ്റാൻ ആർക്കും കഴിഞ്ഞില്ല. പനി വന്ന് ജാനകിയമ്മ കിടപ്പിലായ ദിവസങ്ങളിൽ ഉറക്കമിളച്ച് തലയ്ക്കലിരിക്കുന്ന ഉണ്ണിയെ കാണുമ്പോൾ ജാനകിയമ്മയുടെ കണ്ണ് നിറയും. തണുത്ത വെള്ളത്തിൽ തുണി മുക്കി നെറ്റിയിലിടുമ്പോഴും കഞ്ഞി കോരിക്കൊടുക്കുമ്പോഴും ആ കൈകളിൽ ഒരമ്മയുടെ വാത്സല്യമുണ്ടായിരുന്നു. മകനായും ചിലപ്പോഴൊക്കെ ശാസിക്കുന്ന അച്ഛനായും സ്നേഹിക്കുന്ന അമ്മയായും ഉണ്ണി മാറി മാറി വന്നു. ഗ്രാമത്തിലുള്ളവർക്കും ഉണ്ണി പ്രിയപ്പെട്ടവനായിരുന്നു. ആർക്കും എന്തും സഹായത്തിന് ഓടിയെത്തുന്നവൻ. അവനെപ്പോലെ ഒരു മകനെ കിട്ടാൻ പുണ്യം ചെയ്യണമെന്ന് നാട്ടുകാർ പറയുമ്പോൾ ജാനകിയമ്മയുടെ മനസ്സ് അഭിമാനം കൊണ്ട് നിറയുമായിരുന്നു.
ജാനകിയമ്മയ്ക്ക് ഉണ്ണി മകനായിരുന്നില്ല, കണ്ണിന്റെ കൃഷ്ണമണിയായിരുന്നു. പ്രാർത്ഥനകളിൽ മാത്രം ജീവിക്കുന്ന ദൈവമായിരുന്നു. വിധിക്ക് കണ്ണുകളില്ലെന്ന ജാനകിയമ്മ തിരിച്ചറിഞ്ഞത് ആ കറുത്ത ഉച്ചനേരത്തായിരുന്നു. അന്ന് പതിവില്ലാതെ വിധം സൂര്യൻ കത്തി ജ്വലിക്കുന്നുണ്ടായിരുന്നു. മുറ്റത്തെ മാവിൽ നിന്ന് കാക്കകൾ നിർത്താതെ കരഞ്ഞു. എന്തോ ഒരശുഭ സൂചന പോലെ കാറ്റുപോലും സ്തംഭിച്ചു നിന്ന സമയം. ഉണ്ണി ചോറ് തിന്നുപോയിട്ട് അധികം നേരമായിരുന്നില്ല. വൈകിട്ട് വരുമ്പോൾ അമ്മയ്ക്ക് ഞാൻ നല്ല ചൂട് ബോണ്ട വാങ്ങിയിട്ട് വരാട്ടോ എന്നു പറഞ്ഞാണ് അവൻ പടിയിറങ്ങിയത്. ആ വാക്കുകൾ അവന്റെ അവസാനത്തെ യാത്രമൊഴിയാണെന്ന് ജാനകിയമ്മ അറിഞ്ഞില്ല. ഉച്ച കഴിഞ്ഞ് അങ്ങാടിയിൽ നിന്നൊരു ഓട്ടോറിക്ഷ വീട്ടിന്റെ മുറ്റത്തേക്ക് പാഞ്ഞെത്തി. പിന്നാലെ നാട്ടുകാരിൽ ചിലരും. അവരുടെ മുഖത്തെ പരിഭ്രമം കണ്ടപ്പോൾ തന്നെ ജാനകിയമ്മയുടെ നെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നി. കടയിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നതിനിടയിൽ ഒന്ന് കുഴഞ്ഞു വീണു, അത്രയേ ഉള്ളായിരുന്നു. ആശുപത്രിയിൽ എത്തും മുൻപേ അവൻ പോയി. ഉണ്ണിയുടെ ചേതനയറ്റ ശരീരം വെള്ളത്തുണിയിൽ പൊതിഞ്ഞു മുറ്റത്ത് കിടത്തിയപ്പോൾ ജാനകിയമ്മ കരഞ്ഞില്ല. അവർ വിശ്വസിക്കാനാവാതെ മരവിച്ചു നിൽക്കുകയായിരുന്നു. "എന്റെ ഉണ്ണി ഉറങ്ങുവാ, അവന് ക്ഷീണം കാണും" എന്നു പറഞ്ഞ് അവർ അവനെ തൊട്ടു വിളിച്ചു. ആ വിളി കേട്ട് കണ്ടുനിന്നവരുടെ ഉള്ളുലഞ്ഞു. ഒടുവിൽ സത്യം തിരിച്ചറിഞ്ഞ നിമിഷം ആ അമ്മയുടെ തൊണ്ടയിൽ നിന്ന് വന്ന നിലവിളി തണലൂർ ഗ്രാമത്തെ നടുക്കി. അത് ആകാശത്തോളം ഉയർന്ന് ഒടുവിൽ ഭൂമിയിലേക്ക് തന്നെ തകർന്നു വീണു. ചിതയിലെരിഞ്ഞത് ഉണ്ണി മാത്രമായിരുന്നില്ല, ജാനകിയമ്മയുടെ ജീവിതം കൂടിയായിരുന്നു. ഉണ്ണിയില്ലാത്ത വീട്ടിൽ ഓരോ നിമിഷവും അവർക്ക് ശ്വാസം മുട്ടി. ചോറ് വിളമ്പുമ്പോൾ അറിയാതെ 2 പാത്രങ്ങൾ എടുത്തുവെക്കും. പിന്നെ ശൂന്യമായ കസേരയിലേക്ക് നോക്കി മണിക്കൂറുകളോളം ഇരിക്കും. അയൽവാസിയായ സുലു കൊണ്ടുവരുന്ന ഭക്ഷണം പലപ്പോഴും ഉറുമ്പുകൾക്ക് അന്നമായി മാറി. ദിവസങ്ങൾ ആഴ്ചകൾക്ക് വഴിമാറി. ജാനകിയമ്മ ഒരു നിഴലായി ചുരുങ്ങി. വീട്ടിന്റെ ഓരോ മൂലയിലും ഉണ്ണിയുടെ ഗന്ധമുണ്ടായിരുന്നു. അതവരെ വേദനിപ്പിക്കുകയും അതേസമയം ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഒരിക്കൽ ഉണ്ണിയുടെ പഴയ സാധനങ്ങൾ സൂക്ഷിച്ച് ട്രങ്കുപെട്ടി തുറന്നതായിരുന്നു അവർ. അവന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ, പഴയ ബുക്കുകൾ, പേനകൾ. അവയ്ക്കിടയിൽ നിന്നാണ് ആ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കിട്ടിയത്. ഉണ്ണിയെന്നോ ഗൾഫിൽ പോകാൻ വേണ്ടി എടുത്തതായിരുന്നു. അമ്മയെ വിട്ടു പോകാൻ വയ്യാത്തതുകൊണ്ട് ആ മോഹം അവൻ ഉപേക്ഷിച്ചു. ആ ചെറിയ ഫോട്ടോ ജാനകിയമ്മയ്ക്ക് തിരിച്ചു കിട്ടിയ ജീവശ്വാസമായിരുന്നു. കറുത്തും വെളുപ്പും കലർന്ന ആ ചിത്രത്തിൽ ഉണ്ണി ചിരിച്ചു നിന്നു. ജാനകിയമ്മ ആ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞു. പിന്നെ അതൊരു പതിവായി. അവരാ ഫോട്ടോയോട് സംസാരിക്കും. "മോൻ ഭക്ഷണം കഴിച്ചോ? ഇന്ന് നല്ല ചൂടല്ലേ ഉണ്ണി?" എന്നൊക്കെ അവർ ചോദിക്കും. ആ ഫോട്ടോ അവരുടെ ദൈവമായി, കൂട്ടുകാരനായി, മകനായി. രാത്രിയിൽ തലയിണയ്ക്കടിയിൽ ആ ഫോട്ടോ ഉണ്ടെങ്കിലേ അവർക്ക് കണ്ണടയ്ക്കാൻ കഴിയുള്ളൂ. ഉണ്ണി യാത്രയായിട്ട് മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. മകന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ ജാനകിയമ്മ ചെയ്യാത്ത വഴികളില്ല. വഴിപാടുകൾ കഴിച്ചു, അമ്പലങ്ങളിൽ പോയി. അപ്പോഴാണ് അയൽപ്പക്കത്തെ സുലു പറഞ്ഞത്, അവിടുത്തെ പള്ളിയിലെ പെട്ടിയിൽ എന്തേലും കൊണ്ടിട്ടാൽ അത് പടച്ചോന്റെ കയ്യിലാ എത്തുകാന്ന്. അതൊരു വലിയ വിശ്വാസമായി ജാനകിയമ്മയുടെ മനസ്സിൽ വളർന്നു. പടച്ചോനായാലും പരമേശ്വരനായാലും തന്റെ ഉണ്ണിക്ക് നല്ലതേ വരുത്തൂ എന്നൊരമ്മയുടെ നിഷ്കളങ്കമായ വിശ്വാസം. ആഴ്ചയിലൊരിക്കൽ ആരും കാണാതെ ചേലത്തുമ്പിൽ കരുതിവെച്ചൊരു 5 രൂപ നാണയവുമായി അവർ പള്ളിമുറ്റത്തെത്തു. അന്നും പതിവുപോലെ അവർ ഭണ്ഡാരത്തിന് മുന്നിലെത്തി. സായാഹ്ന വെളിച്ചം മങ്ങിത്തുടങ്ങിയിരുന്നു. ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവർ ഗേറ്റിനരികിലേക്ക് നീങ്ങി. ഇടത്തെ കൈയിൽ ജീവൻ പോലെ മുറുകെ പിടിച്ചിരുന്ന ഉണ്ണിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വലത്തെ കൈയിൽ ആ 5 രൂപ നാണയവുമുണ്ടായിരുന്നു. പ്രായത്തിന്റെ അവശതയും ഉള്ളിലെ പരിഭ്രമവും കാരണം അവരുടെ കൈകൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. "എന്റെ കുട്ടിക്ക് സമാധാനം കൊടുക്കണേ" എന്ന് മന്ത്രിച്ചുകൊണ്ട് അവർ നാണയമിടാൻ കൈ ഉയർത്തി. ഭണ്ഡാരപ്പെട്ടിയിലെ ഇടുങ്ങിയ ദ്വാരത്തിലേക്ക് നാണയം വയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വിറയ്ക്കുന്ന വിരലുകൾക്കിടയിൽ നിന്ന് ഉണ്ണിയുടെ ഫോട്ടോ വഴുതിപ്പോയി. നാണയത്തിനൊപ്പം അതും ആ ഇരുണ്ട ദ്വാരത്തിലേക്ക് വീണു. ക്ലിങ്! നാണയം വീണ ശബ്ദം കേട്ടു. പക്ഷേ ജാനകിയമ്മയുടെ ചെവിയിൽ മുഴങ്ങിയത് മറ്റൊരു നിശബ്ദമായ വീഴ്ചയുടെ ശബ്ദമായിരുന്നു. "എന്റെ ഉണ്ണി" എന്നവരുടെ തൊണ്ടയിൽ നിന്നൊരു നിലവിളി ഉയർന്നു. എന്നാൽ അത് പുറത്തേക്ക് വന്നില്ല. തൊണ്ടക്കുഴിയിൽ കുരുങ്ങിപ്പോയി. അവർ ഞെട്ടലോടെ ആ ഭണ്ഡാരപ്പെട്ടിയിലേക്ക് നോക്കി. ഇരുമ്പുപെട്ടിയുടെ ചെറിയ ദ്വാരത്തിലൂടെ നോക്കിയാൽ കൂരിരുട്ടു മാത്രം. ഉണ്ണിയുടെ ചിരിക്കുന്ന മുഖം ആ ഇരുട്ടിലേക്ക് മറഞ്ഞിരിക്കുന്നു. ഒരു നിമിഷം കൊണ്ട് അവർ ജീവശ്വാസം പോലെ കൊണ്ടുനടന്ന നിധി കൈമോശം വന്നിരിക്കുന്നു. അവർക്ക് ഭ്രാന്ത് പിടിക്കുന്നതുപോലെ തോന്നി. ആ പെട്ടിയൊന്ന് തുറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ആ പെട്ടിയിൽ അവർ തപ്പിനോക്കി. ഇല്ല, അത് പൂട്ടിയിരിക്കുകയാണ്. അത് പൊളിക്കാൻ തനിക്ക് ശക്തിയില്ല. തിരിച്ചുപിടിക്കാൻ നോക്കിയെങ്കിലും ആ ഇടുങ്ങിയ ദ്വാരത്തിലൂടെ വിരലുകൾ കടന്നില്ല. പെട്ടെന്ന് മറ്റൊരു ഭയം അവരെ പിടിച്ചുകൂടി. "ഇതൊരു അന്യമതസ്ഥരുടെ പള്ളിയാണ്. ഞാനൊരു ഹിന്ദുവാണ്. പള്ളിയിലെ പെട്ടിയിൽ ഫോട്ടോ ഇടുന്നത് തെറ്റാണോ?
ആരെങ്കിലും വഴക്ക് പറയുമോ? അയ്യോ, ഉണ്ണി അതിനകത്ത് ശ്വാസം മുട്ടുവോ? യുക്തിയില്ലാത്ത ചിന്തകൾ അവരെ വേട്ടയാടി. കരയാൻ പോലും പേടിയായിരുന്നു. ആരെങ്കിലും വന്നാലോ? ആരോട് പറയും? ആര് കേൾക്കും? ഭയവും നഷ്ടബോധവും അവരെ വരിഞ്ഞു മുറുക്കി. ഒന്നും ചെയ്യാനാവാതെ നെഞ്ചു തകരുന്ന വേദനയോടെ അവരവിടെ നിന്ന് വേച്ചു വേച്ചു നടന്നു. വഴിയിലുടനീളം അവർ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു, തന്റെ മകനെ ആ ഇരുണ്ട പെട്ടിയിൽ ഉപേക്ഷിച്ചു പോകുന്ന ഒരമ്മയുടെ കുറ്റബോധത്തോടെ. പള്ളിയുടെ ഇരുമ്പുഗേറ്റിനു മുന്നിൽ ജാനകിയമ്മ ഒരു സ്ഥിരം കാഴ്ചയായി മാറി. ഓരോ വൈകുന്നേരവും സൂര്യൻ പടിഞ്ഞാറൻ മലകൾക്ക് പിന്നിൽ മറയാൻ തുടങ്ങുമ്പോൾ ആ പഴയ ചേല പുതച്ച രൂപം ഇടവഴിയിലൂടെ നടന്നുവരും. വെയിലാറിയാലും ഉരുകാത്ത സങ്കടവുമായി അവർ ഗേറ്റിന്റെ തൂണിൽ പിടിച്ചു നിൽക്കും. ജാനകിയമ്മയുടെ കണ്ണുകൾ എപ്പോഴും ആ പച്ച ഭണ്ഡാരപ്പെട്ടിയിലായിരുന്നു. അതിനുള്ളിലെ ഇരുട്ടിൽ തന്റെ ഉണ്ണി വിശന്നു വലഞ്ഞ ശ്വാസം കിട്ടാതെ കരയുന്നുണ്ടാകുമോ എന്ന ചിന്തയായിരുന്നു അവർക്ക്. ഉറക്കത്തിൽ പലപ്പോഴും ഞെട്ടിയുണരും. അമ്മേ എന്ന് വിളി കേൾക്കുന്നതുപോലെ തോന്നും. പിന്നെ നേരം വെളുക്കുവോളം ജനാലയിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിയിരുന്ന് കരയും. ദിവസങ്ങൾ കഴിയുന്തോറും അവരുടെ ശരീരം കൂടുതൽ മെലിഞ്ഞു. കണ്ണുകൾ കുഴിയിലാണ്ടു. മുഖത്ത് ഭ്രാന്തമായൊരു ഭാവം നിഴലിച്ചു തുടങ്ങി. തണലൂരിലെ നാട്ടുകാർക്കിടയിൽ അത് പതിയെ സംസാരവിഷയമായി. പള്ളിയിലേക്ക് വരുന്നവരും പോകുന്നവരും അവരെ ശ്രദ്ധിച്ചു. നോക്കിയേ, ആ തള്ള ഇന്നും അവിടെ തന്നെ നിൽപ്പുണ്ടല്ലോ. എന്താ ഉദ്ദേശം? ചായക്കടയിലിരുന്ന് ചിലർ കുശുകുചിത്തു. ഉണ്ണി മരിച്ചേ പിന്നെ അവർക്ക് ബുദ്ധിക്കിത്തിരി തകരാറുണ്ടെന്നാ കേട്ടത്. വഴിതെറ്റി വരുന്നതാണോ? അന്യമതസ്ഥരല്ലേ പള്ളിയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് ശരിയാണോ? ചില യാഥാസ്ഥിതികർ മുറുമുറുത്തു. കുട്ടികൾ അവരെ ഭയത്തോടെയും കൗതുകത്തോടെയും നോക്കി. ചിലരവരെ കല്ലെടുത്തെറിയാനാഞ്ഞു. മുതിർന്നവർ തടഞ്ഞു. പക്ഷെ ഈ തിരക്കിനിടയിലും എല്ലാം നിശബ്ദമായി വീക്ഷിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അബ്ദുൽ ഖാദർ ഉസ്താദ്. നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോഴും അദ്ദേഹം പള്ളി വരാന്തയിൽ തന്നെയിരുന്നു. തസ്ബീഹ് മാല ഉരുട്ടുമ്പോഴും അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഗേറ്റിനപ്പുറം നിൽക്കുന്ന ആ അമ്മയിലായിരുന്നു. ഉസ്താദിന്റെ കണ്ണുകൾക്ക് സാധാരണക്കാരുടെ കാഴ്ചയായിരുന്നില്ല. അദ്ദേഹം കണ്ടത് വഴിതെറ്റി വന്ന ഒരു ഭ്രാന്തിയെ ആയിരുന്നില്ല, മറിച്ച് സങ്കടത്തിന്റെ ഭാണ്ഡവും പേറി നിൽക്കുന്ന ഒരാത്മാവിനെയായിരുന്നു. ആ നിൽപ്പിൽ, ആ നോട്ടത്തിൽ ലോകത്തിലെ എല്ലാ അമ്മമാരുടെയും വേദനയുണ്ടെന്ന് ഉസ്താദ് തിരിച്ചറിഞ്ഞു. റബ്ബേ, ആ മനസ്സ് എന്തിനാണിങ്ങനെ നീറുന്നത്? അദ്ദേഹം സ്വയം ചോദിച്ചു. ഒരു ദിവസം മഗ്രിബ് നിസ്കാരത്തിനുള്ള ബാങ്ക് വിളിക്കാൻ സമയമായപ്പോൾ പള്ളി കമ്മിറ്റി സെക്രട്ടറി റസാഖ് ഉസ്താദിന്റെ അടുത്തേക്ക് വന്നു. ഉസ്താദെ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. റസാഖ് അല്പം മടിച്ചു. ആ സ്ത്രീ, ജാനകിയമ്മ, കഴിഞ്ഞ കുറേ ദിവസമായിട്ട് എന്നും ഈ നേരത്ത് ഗേറ്റിനു മുന്നിൽ വന്ന് നിൽപ്പുണ്ട്. പള്ളിയിലെ ഭണ്ഡാരത്തിലേക്കാ നോട്ടം. ആളുകൾ പലതും പറയുന്നുണ്ട്. ഭ്രാന്താണെന്നാ തോന്നുന്നേ. നമ്മളൊന്ന് പോയി പറയാമോ, ഇവിടെ ഇങ്ങനെ നിൽക്കരുത് എന്ന്? വല്ല പ്രശ്നവുമാകുമോ? ഉസ്താദ് സാവധാനം മുഖമുയർത്തി റസാക്കിനെ നോക്കി. ആ മുഖത്ത് പതിവ് പോലെ ശാന്തമായ പുഞ്ചിരി വിരിഞ്ഞു. അദ്ദേഹം ഗേറ്റിനപ്പുറം നിൽക്കുന്ന ജാനകിയമ്മയെ ഒന്ന് നോക്കി. റസാക്കെ. ഉസ്താദിന്റെ ശബ്ദം മൃദുവായിരുന്നു. ആ അമ്മയുടെ കണ്ണുകളിലേക്കൊന്ന് നോക്കിയേ. കള്ളലക്ഷണമോ ഉപദ്രവിക്കാനുള്ള ഭാവമോ കാണുന്നുണ്ടോ? റസാഖൊന്ന് നോക്കി, പിന്നെ തലതാഴ്ത്തി. ഇല്ല ഉസ്താദെ, പക്ഷേ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നത് പോലെയാണ് സങ്കടപ്പെടുന്നവന് സാന്ത്വനം നൽകുന്നതും. പടച്ചവന്റെ വീട് സങ്കടവുമായി വരുന്നവർക്ക് മുന്നിൽ വാതിലടയ്ക്കാനുള്ളതല്ല. അവരവിടെ നിന്നോട്ടെ. ആ നിൽപ്പ് അവർക്കൊരു ആശ്വാസമാണെങ്കിൽ അത് തടയാൻ നമ്മളാരാ? പക്ഷേ നാട്ടുകാർ പലതും പറയും. നമ്മൾ കേൾക്കേണ്ടത് മനുഷ്യന്റെ ഹൃദയമാണ് റസാക്കെ. ആ അമ്മ നോക്കുന്നത് ആ ഭണ്ഡാരപ്പെട്ടിയിലേക്കാണ്. അവിടെ എന്തോ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ എന്തോ അവർ തേടുന്നുണ്ട്. നമുക്ക് കാത്തിരിക്കാം. ഉസ്താദിന്റെ വാക്കുകൾക്ക് മുന്നിൽ റസാക്ക് നിശബ്ദനായി. ബാങ്ക് വിളിയുടെ ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങിയപ്പോൾ ഗേറ്റിനു പുറത്ത് ജാനകിയമ്മയും അകത്ത് ഉസ്താദും രണ്ട് ധ്രുവങ്ങളിൽ എന്ന പോലെ നിന്നു. എന്നാൽ പ്രാർത്ഥനയുടെ അദൃശ്യമായ നൂലിഴകൾ അവരെ ബന്ധിപ്പിച്ചുകൊണ്ടിരുന്നു. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. ജുമാ നിസ്കാരം കഴിഞ്ഞ് ആളുകൾ ഒഴിഞ്ഞ സമയം. പള്ളിമുറ്റത്ത് അവിടെവിടെയായി കുറച്ചു പ്രാവുകൾ മാത്രം കുറുകി നടക്കുന്നു. ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നുണ്ടായിരുന്നു. എപ്പോൾ വേണമെങ്കിലും ഒരു മഴ പെയ്യാമെന്ന അവസ്ഥ. പതിവ് പോലെ ജാനകിയമ്മ ഗേറ്റിനപ്പുറം നിൽപ്പുണ്ടായിരുന്നു. കാറ്റിൽ അവരുടെ നരച്ച മുടിയിഴകൾ മുഖത്തേക്ക് വീഴുന്നുണ്ട്. അതൊന്നും വകവയ്ക്കാതെ ആ ഭണ്ഡാരപ്പെട്ടിയിൽ തന്നെ നോക്കി നിൽക്കുകയാണവർ. ഒരു ശില്പം പോലെ നിശ്ചലമായ ആ നിൽപ്പ് കണ്ടപ്പോൾ ഉസ്താദിന് ഇനിയും കാത്തിരിക്കാൻ തോന്നിയില്ല. ഉസ്താദ് പള്ളി വരാന്തയിൽ നിന്നിറങ്ങി. ചെരുപ്പുകൾ കല്ലിൽ തട്ടുന്ന ശബ്ദം കേട്ടാവണം ജാനകിയമ്മ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. വെള്ള വസ്ത്രം ധരിച്ച താടിയുള്ള ഗൗരവമുള്ള മുഖമുള്ള ഒരാൾ തന്നെ നേരെ വരുന്നത് കണ്ടപ്പോൾ അവരുടെ ഉള്ളിൽ ഭയം ആളിക്കത്തി. അയ്യോ, ഇവരെന്നെ വഴക്കു പറയാൻ വരുവാണ്. പോലീസിനെ വിളിക്കുവോ? ജാനകിയമ്മയുടെ കാലുകൾ വിറച്ചു. തിരിഞ്ഞോടാൻ അവർ ആഗ്രഹിച്ചു, പക്ഷേ കാലുകൾ തറഞ്ഞുപോയതുപോലെ. ഉസ്താദ് ഗേറ്റിനടുത്തെത്തി. ഇരുമ്പു ഗേറ്റ് മെല്ലെ തുറന്നു.
ക്രീ എന്ന ശബ്ദത്തോടെ അത് തുറന്നപ്പോൾ ജാനകിയമ്മ രണ്ടടി പിന്നോട്ടു മാറി. കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അമ്മേ. ഉസ്താദിന്റെ ശബ്ദം കാറ്റിലൊഴുകിയെത്തി. അതിൽ ശാസനയില്ലായിരുന്നു, പകരം കടലിന്റെ ആഴമുള്ള ശാന്തതയും വാത്സല്യവും മാത്രമായിരുന്നു. എന്തിനമ്മേ പേടിക്കുന്നേ? അവിടെ മാറി നിൽക്കാതെ ഇങ്ങോട്ട് വന്നോളൂ. ജാനകിയമ്മ തലയുയർത്തി ഉസ്താദിന്റെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകളിൽ കണ്ടത് ദേഷ്യമല്ല, കരുണയാണ്. അതവർക്ക് അല്പം ധൈര്യം നൽകി. എങ്കിലും അവർ അനങ്ങിയില്ല. ഉസ്താദ് ഗേറ്റ് പൂർണ്ണമായും തുറന്നിട്ട് പുറത്തിറങ്ങി അവരുടെ അടുത്തേക്ക് ചെന്നു. കഴിഞ്ഞ കുറേ ദിവസമായി ഞാൻ കാണുന്നുണ്ട് ഉമ്മ ഇവിടെ വന്ന് കരയുന്നത്. വെയിലത്തും മഞ്ഞത്തും ഈ നിൽപ്പു നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. എന്താ ഉമ്മ സങ്കടം? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അതോ വിശക്കുന്നുണ്ടോ? ഉസ്താദിന്റെ സ്നേഹത്തോടെയുള്ള ചോദ്യങ്ങൾ കേട്ടപ്പോൾ ജാനകിയമ്മയുടെ ഉള്ളിലെ അണകെട്ടി നിന്ന് സങ്കടം നുറുങ്ങി. ആരും അവരോട് ഇത്രയും സ്നേഹത്തോടെ സംസാരിച്ചിട്ട് മാസങ്ങളായിരിക്കുന്നു. ഉണ്ണിയുടെ ശബ്ദം പോലെ ആശ്വാസത്തിന്റെ ഒരു തണുപ്പ് ആ വാക്കുകളിലുണ്ടായിരുന്നു. ഒന്നുമില്ല, ഞാൻ പോവാ, വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവർ പറഞ്ഞു. തിരിയാൻ തുടങ്ങി അവരെ ഉസ്താദ് തടഞ്ഞു. പോവല്ലേ ഉമ്മ, എന്തോ കാര്യമായിട്ടുള്ള സങ്കടമുണ്ട്. പടച്ചോടോട് പറയേണ്ടത് എന്താന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞോളൂ. ഒരു മകനോട് പറയുന്നതുപോലെ കരുതിയാൽ മതി. കേൾക്കാൻ ഞാനുണ്ട്. മകനെന്ന വാക്ക് ജാനകിയമ്മയുടെ ഹൃദയത്തിൽ കൊണ്ടു. അവരുടെ നിയന്ത്രണം വിട്ടു. ചുളിവു വീണ കവിളുകളിലൂടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകി. അവർ ഭണ്ഡാരപ്പെട്ടിയിലേക്ക് വിറയ്ക്കുന്ന കൈ ചൂണ്ടി. എന്റെ ഉണ്ണി, എന്റെ മോൻ. വാക്കുകൾക്കിടയിൽ തേങ്ങലുകൾ വന്നു നിറഞ്ഞു. അവൻ ആ പെട്ടിയിലാ. ഉസ്താദ് ഞെട്ടിപ്പോയി. ഏതു പെട്ടിയിൽ? ആ പച്ചപ്പെട്ടിയിൽ, ആ കാണിക്കപ്പെട്ടിയിൽ. ജാനകിയമ്മ പൊട്ടിക്കരഞ്ഞു. പൈസയിടാൻ നോക്കിയപ്പോ കയ്യിന്ന് വീണുപോയതാ. എന്റെ ഉണ്ണിയുടെ ഫോട്ടോ, അവന്റെ ചിരിക്കുന്ന മുഖം, അതാ പെട്ടിക്കകത്ത് ഇരുട്ടത്ത് കിടക്കുക. അവന് പേടിയാവും. എനിക്കവനെ തിരിച്ചു തരുവോ? ജാനകിയമ്മ ഉസ്താദിന്റെ കൈകളിൽ പിടിച്ചു. ആ കൈകൾ തണുത്തു വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്റെ ഉണ്ണിയെ എനിക്ക് എടുത്തു തരുവോ? ഞാൻ വേറൊന്നും ചോദിക്കില്ല. ആരും കാണാതെ എടുത്തു തന്നാ മതി. ആ അമ്മയുടെ യാചനയ്ക്കു മുന്നിൽ ഉസ്താദ് തരിച്ചു നിന്നുപോയി. ഭ്രാന്താണെന്ന് ലോകം വിധിയെഴുതിയ ആ സ്ത്രീ തന്റെ മകന്റെ ഫോട്ടോ നഷ്ടപ്പെട്ട വേദനയിലാണ് ഉരുകിത്തീരുന്നതെന്ന് ഉസ്താദ് തിരിച്ചറിഞ്ഞു. ആ ഇരുമ്പു പെട്ടിക്കുള്ളിൽ കിടക്കുന്നത് വെറും കടലാസല്ല, ഒരമ്മയുടെ ജീവവായുവാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. മഴത്തുള്ളികൾ പെയ്യാൻ തുടങ്ങി. പക്ഷെ ഉസ്താദും ജാനകിയമ്മയും അതറിഞ്ഞില്ല. ഉസ്താദ് മെല്ലെ ജാനകിയമ്മയുടെ കൈകളിൽ പിടിച്ചു. വിഷമിക്കേണ്ട ഉമ്മ, ഉമ്മയുടെ ഉണ്ണി ആ പെട്ടിയിൽ തനിച്ചാവില്ല. നമുക്കവനെ പുറത്തെടുക്കാം. ആകാശത്ത് കാർമേഘങ്ങൾ കറുത്തുരുണ്ടു. വേപ്പിലകളിൽ മഴത്തുള്ളികൾ വീഴാൻ തുടങ്ങിയ നേരം ഉസ്താദ് ജാനകിയമ്മയെ പള്ളിവരാന്തയിലെ ഒരു ബെഞ്ചിലിരുത്തി. അവരിപ്പോഴും വിതുമ്പുന്നുണ്ടായിരുന്നു. ഓരോ തേങ്ങളിലും എന്റെ ഉണ്ണി എന്ന വിളി മാത്രം. ഉസ്താദ് വേഗം പള്ളിയുടെ ഓഫീസ് മുറിയിലേക്ക് നടന്നു. അവിടെ കണക്കുകൾ എഴുതിക്കൊണ്ടിരുന്ന റസാക്ക് ഉസ്താദിന്റെ മുഖത്തെ ഗൗരവം കണ്ട് എഴുന്നേറ്റു. റസാക്കെ, നമുക്കാ ഭണ്ഡാരമൊന്ന് തുറക്കണം, ഇപ്പ തന്നെ. റസാക്ക് അമ്പരന്നുപോയി. ഭണ്ഡാരമോ? ഇപ്പോഴോ? ഉസ്താദെ, അത് മാസത്തിലൊരിക്കലല്ലേ കമ്മിറ്റി കൂടി തുറക്കാറുള്ളൂ. പ്രസിഡന്റും ഖജാഞ്ചിയും ഒന്നുമില്ലാതെ അത് തുറക്കുന്നത്? ഇല്ലെങ്കിൽ വേണ്ട, താക്കോൽ എവിടെയുണ്ടെന്ന് പറ. താക്കോൽ എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഉസ്താദെ, അത് നിയമത്തിനെതിരല്ലേ? വെറുമൊരു ഫോട്ടോയ്ക്ക് വേണ്ടി നമ്മൾ... ഉസ്താദ് റസാക്കിന്റെ ചുമലിൽ കൈവച്ചു. ആ കണ്ണുകളിൽ അപ്പോൾ കണ്ട തിളക്കം റസാക്ക് മുൻപൊരിക്കലും കണ്ടിരുന്നില്ല. റസാക്കെ, നിയമങ്ങൾ മനുഷ്യനു വേണ്ടിയാണ്, മനുഷ്യൻ നിയമങ്ങൾക്ക് വേണ്ടിയല്ല. പുറത്ത് മഴയെ തിരിക്കുന്നത് കണ്ടില്ലേ ഒരമ്മ? അവരുടെ സങ്കടത്തേക്കാൾ വലുതല്ലേ നമ്മുടെ കണക്കെടുപ്പ്? ആ പെട്ടിയിൽ വീണത് വെറും കടലാസല്ല, ഒരമ്മയുടെ ജീവവായുവാണ്. ആ ഭണ്ഡാരപ്പെട്ടി ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നത് പണം കൊണ്ടല്ല, ആ അമ്മയുടെ കണ്ണുനീർ കൊണ്ടാണ്. അത് ദൈവം പൊറുക്കില്ല. പക്ഷെ നാട്ടുകാർ എന്തു വിചാരിക്കും? റസാക്കിന്റെ സ്വരം താഴ്ന്നു. നാട്ടുകാരെ ഞാൻ ബോധ്യപ്പെടുത്തിക്കൊള്ളാം. പടച്ചോന്റെ കോടതിയിൽ ഞാൻ മറുപടി പറഞ്ഞോളാം. ഒരു മകനെ നഷ്ടപ്പെട്ട അമ്മയുടെ വേദനയേക്കാൾ വലിയൊരു പ്രാർത്ഥന ഈ ലോകത്തില്ല. ആ പ്രാർത്ഥനയ്ക്ക് മുന്നിൽ നമ്മുടെ ഈ പെട്ടിയും പൂട്ടും ഒന്നുമല്ല. ഉസ്താദിന്റെ വാക്കുകൾക്ക് വല്ലാത്തൊരു ശക്തിയുണ്ടായിരുന്നു. അത് റസാക്കിന്റെ മനസ്സിലെ സംശയങ്ങളെ ഉരുക്കിക്കളഞ്ഞു. അദ്ദേഹം മേശവലിപ്പിൽ നിന്ന് ഭണ്ഡാരപ്പെട്ടിയുടെ താക്കോൽ കൂട്ടമെടുത്തു. വരൂ ഉസ്താദെ, നമുക്ക് തുറക്കാം. മഴ കനത്തു തുടങ്ങിയിരുന്നു. ഉസ്താദും റസാക്കും കുടയെടുക്കാതെ തന്നെ മുറ്റത്തേക്കിറങ്ങി. വരാന്തയിലിരുന്ന ജാനകിയമ്മ പ്രതീക്ഷയോടെ എഴുന്നേറ്റു. ഉസ്താദിന്റെ കയ്യിലെ താക്കോൽ കൂട്ടം കണ്ടപ്പോൾ അവരുടെ കണ്ണുകളിൽ ഒരേ സമയം ഭയവും പ്രതീക്ഷയും മിന്നിമറഞ്ഞു. വാ ഉമ്മ, നമുക്ക് നോക്കാം, ഉസ്താദ് വിളിച്ചു. ജാനകിയമ്മ വിറയ്ക്കുന്ന കാലുകളോടെ അവർക്ക് പിന്നാലെ നടന്നു. മഴ നനഞ്ഞ ആ പച്ച ഭണ്ഡാരപ്പെട്ടിക്ക് മുന്നിൽ അവർ 3 പേരും നിന്നു. റസാക്ക് താക്കോൽ പൂട്ടിലേക്ക് തിരുകി. ക്ലിക്ക്! പൂട്ട് തുറക്കുന്ന ശബ്ദം. ജാനകിയമ്മ ശ്വാസം അടക്കിപ്പിടിച്ചു. ആ ഇരുമ്പുപെട്ടി തുറക്കുമ്പോൾ തന്റെ ഉണ്ണി അവിടെ ഉണ്ടാകുമോ? അതോ ഇരുട്ടിലെവിടെയെങ്കിലും മറഞ്ഞിരിക്കുമോ? അവരുടെ നെഞ്ചിടിപ്പ് മഴയുടെ ശബ്ദത്തേക്കാൾ ഉച്ചത്തിലായിരുന്നു. പള്ളിമുറ്റത്ത് മഴ തകർത്തു പെയ്യാൻ തുടങ്ങി. ആ പെരുമഴയത്ത് റസാക്ക് ഭണ്ഡാരപ്പെട്ടിയുടെ മൂടി ഉയർത്തി. ഇരുമ്പുരയുന്ന ശബ്ദം
മഴയുടെ ഇരമ്പലിനിടയിലും വ്യക്തമായി കേട്ടു. ജാനകിയമ്മയുടെ ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി. അവരെത്തി വലിഞ്ഞ് പെട്ടിയിലേക്ക് നോക്കി. കുറേ നാണയങ്ങളും നോട്ടുകളും കൂമ്പാരമായി കിടക്കുന്നു. ഭക്തർ സമർപ്പിച്ച നേർച്ചകൾ. പക്ഷെ ജാനകിയമ്മയുടെ കണ്ണുകൾ തിരഞ്ഞത് അതൊന്നുമല്ലായിരുന്നു. ഉസ്താദ് കുനിഞ്ഞ് പെട്ടിയിലേക്ക് നോക്കി. എന്നിട്ട് വളരെ സൂക്ഷ്മതയോടെ, ഭയഭക്തിയോടെ എന്ന പോലെ പെട്ടിയിലേക്ക് കൈയിട്ടു. നോട്ടുകൾ അദ്ദേഹം പതിയെ വശങ്ങളിലേക്ക് മാറ്റി. നാണയങ്ങൾ കിലുങ്ങി. ഓരോ നിമിഷവും ജാനകിയമ്മയ്ക്ക് ഓരോ യുഗം പോലെ തോന്നി. എന്റെ ഉണ്ണി അതിലുണ്ടാവണേ, അവർ മനസ്സുരുകി പ്രാർത്ഥിച്ചു. ഉസ്താദിന്റെ വിരലുകൾ പെട്ടിയുടെ അടിത്തട്ടിൽ തടഞ്ഞു. നനഞ്ഞ വിരലുകൾക്കിടയിൽ എന്തോ ഒന്ന്. അദ്ദേഹം അത് മെല്ലെ പുറത്തെടുത്തു. അതൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം. നാണയങ്ങൾക്കിടയിൽ കിടന്ന് അല്പം ചുളിവുകൾ വീണിട്ടുണ്ട്. അതിൽ പൊടിയും പറ്റിക്കിടപ്പുണ്ടായിരുന്നു. ഉസ്താദ് ആ ഫോട്ടോ ഉയർത്തിപ്പിടിച്ചു. ഇതാണോ ഉമ്മ? ജാനകിയമ്മയുടെ കണ്ണുകൾ വിടർന്നു. എന്റെ ഉണ്ണി! അവരുടെ ശബ്ദം ഇടറി. ഉസ്താദ് മഴ നനയാതെ ആ ഫോട്ടോ കൈക്കുമ്പിളിൽ വെച്ചു. എന്നിട്ട് തന്റെ തോളിൽ കിടന്ന വെളുത്ത ഷാളിന്റെ തുമ്പുകൊണ്ട് അതിലെ പൊടി വളരെ സാവധാനം തുടച്ചുമാറ്റി. ഒരമൂല്യ രത്നം പോലെ അത്രമേർ കരുതലോടെ അദ്ദേഹം അത് വൃത്തിയാക്കി. ആ ഫോട്ടോയിലുള്ള ചെറുപ്പക്കാരൻ ചിരിച്ചുകൊണ്ട് തന്നെ നോക്കുന്നത് ഉസ്താദ് കണ്ടു. ഇതാ ഉമ്മയുടെ നിധി. ഉസ്താദ് ആ ഫോട്ടോ ജാനകിയമ്മയുടെ നേരെ നീട്ടി. ജാനകിയമ്മയുടെ കൈകൾ വിറച്ചു. അവരിമ വെട്ടാതെ ആ ഫോട്ടോയിലേക്ക് നോക്കി. മഴവെള്ളം വീണ് നനഞ്ഞ അവരുടെ കൈകളിലേക്ക് ഉസ്താദ് അത് വെച്ചുകൊടുത്തു. തണുത്തു വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് അവരാ ഫോട്ടോ നെഞ്ചോട് ചേർത്തു. ഉണ്ണി, നീ വന്നടാ, നീ വന്നു! അവരാ ഫോട്ടോയിൽ ഉമ്മ വെച്ചു. പിന്നെ പൊട്ടിക്കരഞ്ഞു. അത് സങ്കടത്തിന്റെ കരച്ചിലായിരുന്നില്ല, വീണ്ടെടുപ്പിന്റെ ആശ്വാസമായിരുന്നു. അവർ പെട്ടെന്ന് ഉസ്താദിന്റെ കാലിൽ വീഴാൻ തുനിഞ്ഞു. ഉസ്താദ് അവരെ പിടിച്ചുയർത്തി. അരുതുമ്മ, പടച്ചവന്റെ മുന്നിലല്ലാതെ ആരുടെ മുന്നിലും കുനിയരുത്. പക്ഷേ ജാനകിയമ്മ അതൊന്നും കേൾക്കുന്നില്ലായിരുന്നു. അവർ ഉസ്താദിന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ആ കൈകൾ അവരുടെ കണ്ണുനീരിൽ കുതിർന്നു. പെട്ടെന്ന് ഒരു ഉൾപ്രേരണയാൽ അവർ ഉസ്താദിനെ കെട്ടിപ്പിടിച്ചു. നനഞ്ഞൊട്ടിയ ആ അമ്മയുടെ ശരീരം ഉസ്താദിന്റെ ദേഹത്തോട് ചേർന്ന് നിന്നു. അവരെത്തി വലിഞ്ഞ് ഉസ്താദിന്റെ നെറ്റിയിലൊരുമ്മ കൊടുത്തു. എന്റെ മോനാ, നീ എന്റെ മോനാ! ആ നിമിഷം തണലൂർ പള്ളിമുറ്റത്ത് പെയ്യുന്ന മഴയ്ക്കുപോലും നിശബ്ദത തോന്നി. റസാഖ് അത് കണ്ട് സ്തംഭിച്ചു നിന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന കുട താഴെ വീണത് അയാൾ അറിഞ്ഞില്ല. മതം തീർത്ത എല്ലാ മതിലുകളും നിയമങ്ങളുടെ എല്ലാ കെട്ടുപാടുകളും ആ അമ്മയുടെ ഹൃദയത്തിന്റെ മുന്നിൽ തകർന്നു വീണു. കാവി മുണ്ടുടുത്ത ഉണ്ണിയും വെള്ളവസ്ത്രം ധരിച്ച ഉസ്താദും ആ അമ്മയുടെ ഹൃദയത്തിൽ രണ്ടല്ല, ഒന്നാണെന്ന് ആ മഴ സാക്ഷിയായി. ഉസ്താദിന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. അദ്ദേഹം ആ അമ്മയെ തിരിച്ചും ചേർത്തു പിടിച്ചു. ഞാനുണ്ടുമ്മ, ഉണ്ണി പോയിട്ടില്ല, അദ്ദേഹം മന്ത്രിച്ചു. അന്നത്തെ മഴയ്ക്ക് ശേഷം തണലൂരിൽ ഉദിച്ച സൂര്യന് കൂടുതൽ തിളക്കമുണ്ടായിരുന്നു. മഴ കഴുകിക്കളഞ്ഞത് ഭണ്ഡാരപ്പെട്ടിയിൽ വീണ ഫോട്ടോയിലെ പൊടി മാത്രമായിരുന്നില്ല, ഗ്രാമവാസികളുടെ മനസ്സിലെ ചില അദൃശ്യമായ മാരാലകൾ കൂടിയായിരുന്നു. ഫോട്ടോ തിരികെ കിട്ടിയതോടെ ജാനകിയമ്മയുടെ ജീവിതത്തിന് പുതിയൊരു താളം കൈവന്നു. പണ്ട് നിശ്ചലമായി കിടന്ന ആ വീട്ടിൽ ഇപ്പോൾ അനക്കങ്ങൾ തുടങ്ങി. മുറ്റത്തെ കരിയിലകൾ തൂത്തുവാരി തുളസിത്തറയിൽ പുതിയൊരു തിരി തെളിഞ്ഞു. ജാനകിയമ്മയുടെ ചുണ്ടുകളിൽ പഴയതുപോലെ രാമ രാമ എന്ന നാമം തിരിച്ചെത്തി. പക്ഷെ ഏറ്റവും വലിയ മാറ്റം അതൊന്നുമായിരുന്നില്ല. ഇപ്പോൾ ആ വീട്ടിൽ ജാനകിയമ്മ തനിച്ചല്ലായിരുന്നു. ആഴ്ചയിൽ 2 തവണയെങ്കിലും പള്ളിയിലെ ജോലി കഴിഞ്ഞ് അബ്ദുൽ ഖാദർ ഉസ്താദ് ആ പഴയ വീടിന്റെ പടി കടത്തെത്തും. ചിലപ്പോൾ കയ്യിൽ അല്പം അരിയോ അല്ലെങ്കിൽ മധുരമോ ഉണ്ടാകും. ഒരു സായാഹ്നത്തിൽ ഉസ്താദ് ചെല്ലുമ്പോൾ ജാനകിയമ്മ മുറ്റത്തെ തിണ്ണയിലിരുന്ന് ഉണ്ണിയുടെ ഫോട്ടോ തുടയ്ക്കുകയായിരുന്നു. ഉസ്താദിനെ കണ്ടതും ആ മുഖത്ത് 1000 തിരിയിട്ട വിളക്കുപോലെ ഒരു ചിരി വിരിഞ്ഞു. അവർ വേഗം എഴുന്നേറ്റ് അകത്തേക്ക് പോയി ഒരു ഗ്ലാസ് കട്ടൻ ചായയുമായി വന്നു. മോൻ കുടിക്ക്, ശർക്കര ഇട്ടതാ. വിറയ്ക്കുന്ന കൈകളോടെ അവർ ഗ്ലാസ് നീട്ടി. ഉസ്താദ് ആ ചായ വാങ്ങി തിണ്ണയിലിരുന്നു. ആ ചായയ്ക്ക് സ്നേഹത്തിന്റെ വല്ലാത്തൊരു രുചിയുണ്ടായിരുന്നു. അമ്മേ, ഇന്ന് മരുന്ന് കഴിച്ചോ? ഉസ്താദ് ചോദിച്ചു. കഴിച്ചു മോനെ, സുലു കൊണ്ടുവന്നു തന്നു.
ജാനകിയമ്മ ഉണ്ണിയുടെ ഫോട്ടോ ഉസ്താദിനെ കാണിച്ചു. നോക്കിയേ, ഉണ്ണി ഇന്നലെ സ്വപ്നത്തിൽ വന്നിരുന്നു. അവന് പുതിയ കൂട്ടുകാരെ കിട്ടിയെന്ന്. ഉസ്താദ് ചിരിച്ചുകൊണ്ട് തലയാട്ടി. ആ നിമിഷം ജാനകിയമ്മയുടെ മങ്ങിയ കണ്ണുകളിൽ ഉസ്താദിന്റെ രൂപം ഉണ്ണിയുടേതായി മാറിമറിഞ്ഞു. വെള്ളവസ്ത്രവും താടിയും അവരുടെ കാഴ്ചയിൽ മാഞ്ഞുപോയി. പകരം കളിയും ചിരിയുമായി നടന്നിരുന്ന തന്റെ മകൻ മാത്രം. അവർ മെല്ലെ ഉസ്താദിന്റെ അടുത്തേക്ക് നീങ്ങി. വാത്സല്യത്തോടെ അദ്ദേഹത്തിന്റെ കയ്യിൽ തൊട്ടു. "എന്റെ ഉണ്ണിക്ക് വിശക്കുന്നുണ്ടാവൂല്ലേ? അമ്മ കഞ്ഞിയെടുക്കട്ടെ?" വേലിക്കൽ ഇതൊക്കെ കണ്ടുകൊണ്ട് റസാക്ക് നിൽപ്പുണ്ടായിരുന്നു. ഉസ്താദിനൊപ്പം വന്നതായിരുന്നു അയാൾ. ജാനകിയമ്മ ഉസ്താദിനെ ഉണ്ണി എന്ന് വിളിക്കുന്നത് കേട്ടപ്പോൾ റസാക്കിന്റെ ഉള്ളൊന്ന് പിടഞ്ഞു. ഉസ്താദ് എന്തു പറയും എന്നയാൾ ഭയന്നു. പക്ഷെ ഉസ്താദ് ആ കൈ തട്ടിമാറ്റിയില്ല. അദ്ദേഹം ആ അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി നിറഞ്ഞ പുഞ്ചിരിയോടെ പറഞ്ഞു, "വിശപ്പുണ്ടമ്മേ. അമ്മയുടെ കൈപുണ്യമുള്ള കഞ്ഞി കുടിക്കാൻ എനിക്ക് കൊതിയാണ്." അത് കേട്ട ജാനകിയമ്മയുടെ കണ്ണുകൾ ആനന്ദം കൊണ്ട് നിറഞ്ഞു. അവർ തിടുക്കത്തിൽ അകത്തേറ്റുപോയി. വേലിക്കൽ നിന്ന് റസാഖ് മെല്ലെ അടുത്തു വന്നു. അയാളുടെ കണ്ണു നിറഞ്ഞിരുന്നു. "ഉസ്താദേ, അവരുസ്താദിനെ." ഉസ്താദ് റസാക്കിനെ നോക്കി. "റസാക്കേ, ആ അമ്മ വിളിക്കുന്നത് എന്നെയല്ല, അവരുടെ നഷ്ടപ്പെട്ട മകനെയാണ്. ആ വിളി കേൾക്കാൻ അവരെത്രമാത്രം കൊതിച്ചിട്ടുണ്ടാവും. കുറച്ചു നേരത്തേക്ക് ഞാനൊന്ന് ഉണ്ണിയായാൽ പടച്ചവന് കോപം വരില്ല. സ്നേഹത്തേക്കാൾ വലിയ സത്യമില്ലല്ലോ." അകത്തുനിന്ന് പാത്രങ്ങൾ തട്ടുന്ന ശബ്ദവും ജാനകിയമ്മയുടെ മൂളലും കേട്ടു തുടങ്ങി. ആ പഴയ വീട് വീണ്ടും ഒരു വീടാവുകയായിരുന്നു. അവിടെ ജാതിയില്ല, മതമില്ല, മറിച്ച് സ്നേഹം മാത്രം ബാക്കിയായ ഒരു സ്വർഗം. കാലം തനലൂരിലെ പുഴ പോലെ ഒഴുകി നീങ്ങി. ഋതുക്കൾ മാറി മാറി വന്നു. ജാനകിയമ്മയുടെ ശരീരത്തിൽ വാർദ്ധക്യം അതിന്റെ ചിത്രപ്പണികൾ പൂർത്തിയാക്കിയിരുന്നു. എങ്കിലും ആ കണ്ണുകളിലെ തിളക്കം മാഞ്ഞില്ല. അതിന് കാരണക്കാരൻ അബ്ദുൽ ഖാദർ ഉസ്താദായിരുന്നു. ഉസ്താദിന്റെ വരവും കാത്ത് ജാനകിയമ്മ ഉമ്മറത്തിരിക്കുന്നത് പതിവ് കാഴ്ചയായി. ഉസ്താദ് വരുമ്പോൾ ആ മുഖം പ്രകാശിക്കും. അവർ പഴയ കഥകൾ പറയും. ഉണ്ണിയുടെ കുട്ടിക്കാലം, അവന്റെ കുസൃതികൾ. ഉസ്താദ് അതെല്ലാം കൗതുകത്തോടെ കേട്ടിരിക്കും. ചിലപ്പോൾ അദ്ദേഹം ഖുറാനിലെ കഥകൾ പറഞ്ഞുകൊടുക്കും. സ്നേഹത്തിന്റെ ഭാഷയ്ക്ക് ഒരേ വ്യാകരണമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഒടുവിൽ ആ ദിവസം എത്തി നിന്നു. പുറത്ത് ചാറ്റൽ മഴ പെയ്യുകയായിരുന്നു. ജാനകിയമ്മ കിടപ്പിലായിട്ട് ഒരാഴ്ച കഴിഞ്ഞിരുന്നു. ശ്വാസം കിട്ടാൻ അവർ പാടുപെട്ടു. സുലുവും റസാക്കും മുറിയിലുണ്ടായിരുന്നു. വിവരമറിഞ്ഞ് ഉസ്താദ് ഓടിയെത്തി. നനഞ്ഞൊട്ടിയ വസ്ത്രങ്ങളോടെ അദ്ദേഹം ജാനകിയമ്മയുടെ തലയ്ക്കലിരുന്നു. "അമ്മേ," ഉസ്താദ് വിളിച്ചു. പാതി മയക്കത്തിലായിരുന്ന ജാനകിയമ്മ കണ്ണു തുറന്നു. മങ്ങിയ കാഴ്ചയിൽ അവർ ഉസ്താദിനെ കണ്ടു. ചുളിവു വീണ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. "ഉണ്ണി, വന്നോ?" അവരുടെ ശബ്ദം നേർത്തതായിരുന്നു. ഉസ്താദ് അവരുടെ കൈകൾ ചേർത്തു പിടിച്ചു. "വന്നു അമ്മേ, ഞാൻ ഇവിടെയുണ്ട്." ജാനകിയമ്മ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് തലയിണയ്ക്കടിയിൽ തിരഞ്ഞു. ആ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതവർ ഉസ്താദിന്റെ കയ്യിൽ വെച്ചുകൊടുത്തു. "ഇത് എന്റെ നിധിയാ, മോൻ സൂക്ഷിക്കണം." ഉസ്താദ് ആ ഫോട്ടോ വാങ്ങി നെഞ്ചോട് ചേർത്തു. "ഞാൻ സൂക്ഷിക്കാം അമ്മേ, ജീവൻ പോലെ. എനിക്ക് പോവാറായി, അവിടെ ഉണ്ണി കാത്തു നിൽപ്പുണ്ടാവും." ജാനകിയമ്മയുടെ ശ്വാസോച്ഛ്വാസം ഭാരമേറിയതായി. അവർ ഉസ്താദിന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. "നീയും എന്റെ ഉണ്ണിയാ, ദൈവം തന്ന ഉണ്ണി." ഉസ്താദിന്റെ കണ്ണുനീർ ജാനകിയമ്മയുടെ കൈകളിലേക്ക് വീണു. അദ്ദേഹം യാസീൻ സൂര ഓതാൻ തുടങ്ങി. ആ മുറിയിൽ പ്രാർത്ഥനയുടെയും സ്നേഹത്തിന്റെയും വല്ലാത്തൊരന്തരീക്ഷം നിറഞ്ഞു. സുലുവും റസാക്കും കണ്ണുനീർ അടക്കി നിന്നു. മെല്ലെ ജാനകിയമ്മയുടെ കണ്ണുകൾ അടഞ്ഞു. കൈകളിലെ പിടി അയഞ്ഞു. മുഖത്തൊരു വലിയ സമാധാനം തളം കെട്ടി നിന്നു. മകനെ കണ്ടെത്തിയ, മകന്റെ മടിയിൽ കിടന്നുറങ്ങുന്ന ഒരമ്മയുടെ ശാന്തത. ജാനകിയമ്മയുടെ വിയോഗം തണലൂരിനെ കണ്ണീരിലാഴ്ത്തി. പക്ഷെ ആ മരണം ഗ്രാമത്തിന് നൽകിയത് വലിയൊരു പാഠമായിരുന്നു. ജാനകിയമ്മയുടെ ചിടയ്ക്ക് തീ കൊളുത്താൻ അവകാശികൾ ആരുമില്ലാതെ വന്നപ്പോൾ ഉസ്താദ് മുന്നോട്ടു വന്നു. കർമ്മങ്ങൾ ചെയ്യാൻ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങൾക്കൊപ്പം ഉസ്താദും നിന്നു. മതത്തിന്റെ വേലിക്കെട്ടുകൾക്കപ്പുറം മനുഷ്യസ്നേഹത്തിന്റെ ഉദാത്തമായ മാതൃകയായിരുന്നു അത്. ഇന്നും തണലൂർ പള്ളിയിലെ ആ പച്ച ഭണ്ഡാരപ്പെട്ടി കാണുമ്പോൾ പഴമുക്കാർ പറയും, അതിലൊരമ്മയുടെ ഹൃദയമുണ്ടായിരുന്നു. അത് വീണ്ടെടുത്തു കൊടുത്ത ഒരു മകനും.
അബ്ദുൽ ഖാദർ ഉസ്താദ് ഇപ്പോഴും സായാഹ്നങ്ങളിൽ പള്ളിമുറ്റത്തിരിക്കാറുണ്ട്. കാറ്റിൽ വേപ്പിലകൾ കൊഴിയുമ്പോൾ അദ്ദേഹം ആകാശത്തേക്ക് നോക്കും. അവിടെ മേഘങ്ങൾക്കിടയിൽ ഉണ്ണിയും ജാനകിയമ്മയും ചേർന്ന് തന്നെ നോക്കി ചിരിക്കുന്നുണ്ടാവുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. സ്നേഹം മരിക്കുന്നില്ല, അത് രൂപം മാറി, ഭാവം മാറി നമ്മളിലൂടെ തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. സ്നേഹത്തിന്റെ കൈപ്പടം കൊണ്ട് കാലമെഴുതിയ ആ കഥ തണലൂരിന്റെ മണ്ണിൽ മായാതെ കിടപ്പുണ്ട്.